ആകെ പറപ്പൂർ ഉസ്താദിന്റെ പുസ്തകവും അതേപോലെ തന്നെ സമ്പൂർണ്ണ സ്വഹീഹ് മുസ്ലിമിന്റെ പരിഭാഷ, ആ 2 പുസ്തകമാണ്. 2 പുസ്തകം ഔട്ടായിട്ടുണ്ട്. അതിലൊരു പുസ്തകം ഇതാണ്. എന്നിട്ട് എന്താ പറയണ അറിയോ? ആശയപരമായ വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ബുദ്ധിക്ക് യോജിക്കാത്തതാണ്, അത് മൗലു ആയിരിക്കും, ദഈഫായിരിക്കും. അതാണോ ഇവിടെ വാദം? അല്ല. ഇവരെ വാദം എന്താ അറിയോ? ഒരു ഹദീസ് കേൾക്കണം, ഞാൻ കഴിഞ്ഞിലും ഈ ഉള്ളവൻ പറഞ്ഞിരുന്നു, ഒരു ഹദീസ് സ്വീകരിക്കാനുള്ള മാനദണ്ഡമായി മുഅ്തസിലിയാക്കൾ വെച്ചത് എന്താണോ അതാണ് ഇവരെ വാദം. ഒന്ന് കേട്ടോളി, ഇവിടെ വീണ്ടും ആവർത്തിച്ച് കേട്ടോളി. ഒരു ഹദീസ് സ്വീകരിക്കണമെങ്കിൽ ഹദീസ് നിദാന ശാസ്ത്രജ്ഞന്മാർ വെച്ചിട്ടുള്ള, ഹദീസ് നിദാന ശാസ്ത്രം വെച്ചിട്ടുള്ള നിബന്ധനയാണ് അത് സ്വരീഹായ അഖ്ലിന് യോജിക്കണം. അത് നമ്മൾ കൃത്യമായി പറഞ്ഞതാണ്. ഒരു ഹദീസ് ഹദീസായി തീരണമെങ്കിൽ എന്ത് ചെയ്യണം? സ്വരീഹായ അഖ്ലിന്റെ അരിപ്പയിലൂടെ അരിച്ചതിന് ശേഷമാണ് ഒരു ഹദീസ് സ്വഹീഹാണോ ദഈഫാണോ എന്ന് തീരുമാനിക്കുക. അങ്ങനെ ഒരു വാദമില്ല ജാബിറെ, അങ്ങനെ ഒരു വാദമില്ല ജാബിർ റഹ്മാനി എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു വാദമുണ്ട് മുസസലാഹി, അങ്ങനെ ഒരു വാദമുണ്ട്. കേട്ടല്ലോ, അങ്ങനെ ഒരു വാദമുണ്ട്. അപ്പൊ എന്താ, ഞങ്ങൾ ആ മുഅ്തസിലി വാദം ഏറ്റെടുത്തിരിക്കുന്നു എന്നല്ലേ ഈ പറയണത്? ഈ ഉള്ളവൻ അന്ന് ചോദിച്ചു, ഒരു ഹദീസ് ശുറൂത്തു സിഹത്തുൽ ഹദീസ്, ഒരു ഹദീസ് സ്വീകാര്യമാകണമെങ്കിൽ 5 നിബന്ധനകളാണ്. ആ 5 നിബന്ധനകളിൽ അത് ബുദ്ധിക്ക് യോജിക്കണമെന്ന് ഇല്ല. അത്ര ധൈര്യത്തോടെ ഈ പറയണത്, വെറുതെ പൊട്ടിച്ചു പോകുകയല്ല. 5 നിബന്ധന കഴിഞ്ഞിട്ട് 6ാമത്തെ ഒരു നിബന്ധന എന്ന് വേണ്ട, 1 മുതൽ 5 നിബന്ധനകളിൽ ഇതാ 2ാമത്തത്, 3ാമത്തത്, 4ാമത്തത്, 5ാമത്തത്, 1ാമത്തത്. ഒന്ന് കാണിച്ചേരും ബുദ്ധിക്ക് യോജിക്കണം എന്നുള്ളത്. ബുദ്ധിക്ക് യോജിക്കണേ ഓരോരുത്തർക്കും പറഞ്ഞാൽ പോരെ, എൻ്റെ ബുദ്ധിക്ക് പറ്റൂല, എനിക്ക് തോന്നിയില്ല, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ പോരെ. അങ്ങനെ ഒരു മാനദണ്ഡമല്ല. എന്നിട്ട് എന്താ അറിയോ, അന്ന് അദ്ദേഹം ഒരു ഫതുഹുൽ ബാരി, ഓർമ്മ ഉണ്ടാവും, പരിപാടി ശ്രദ്ധിച്ചവർക്കറിയാം, ഒരു ഫതുഹുൽ ബാരി കൊടുന്നിരുന്നു. ആ ഫതുഹുൽ ബാരിയിൽ മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ അല്ലാത്തൊരു വാക്ക് അദ്ദേഹം വായിച്ചിരുന്നു. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഈ ഉള്ളവൻ പറഞ്ഞു, ആ വാക്ക് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള ഖാലൽ ഖാദി അബൂബക്കർ ബിൻ അറബി, ഖാദി അബൂബക്കർ ബിൻ അറബിയാണ് പറഞ്ഞത്. അഥവാ മുഅ്തസിലിയാക്കൾക്ക് ഒരു വാദമുണ്ട്, സ്വരീഹുൽ അഖ്ൽ, വ്യക്തമായ ബുദ്ധിക്ക് യോജിക്കൂലെങ്കിൽ ഹദീസ് എടുക്കാൻ പാടില്ല എന്നൊരു വാദമുണ്ട്. അതിവിടെ കൊടുന്നു. അതെടുത്തിട്ട് മൂപ്പര് പറയാ, കണ്ടോ ഫതുഹുൽ ബാരിയിലുണ്ട്. 2 വട്ടം ഈ ഉള്ളവന് പിടിച്ചു. അൽഹംദുലില്ലാ, കഴിഞ്ഞ പരിപാടിയിൽ ഈ ഫതുഹുൽ ബാരി ഇല്ല. അതാണ് വിജയം, അതാണ് ഞങ്ങളെ നേട്ടം. അതാണ് ഇല്ലാത്ത കാര്യങ്ങൾ ഞങ്ങൾ കൊണ്ടുവന്നത്. അപ്പോ ബുദ്ധിക്ക് യോജിക്കണം എന്ന ഒരു നിബന്ധനയില്ല.